ഹലോ ഗായ്സ്, എല്ലാവർക്കും സഹയാത്രികരുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇവൻ എന്താ ഇവിടെ, നമ്മുടെ അർജുൻ സേട്ടൻ എവിടെയെന്ന്. അർജുൻ സേട്ടൻ ഇന്ന് കുറച്ച് ബിസിയാണ്. അപ്പോൾ ഇന്ന് വ്ളോഗ് ഞാൻ അല്ല ഞങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ രണ്ടുപേരെ സഹിച്ചേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് അങ്ങ് എഴുതി തന്നേക്കാണ് യൂട്യൂബ് ചാനൽ. യെസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെയാണ് നിങ്ങൾ വരാൻ പോണേ. ഇന്നലെ അവൻ എവിടെയാണ് വീഡിയോ നിർത്തിയതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ നൈറ്റ് നമ്മളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ തുണിയൊക്കെ കുറച്ച് വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് ഞങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ ഇറങ്ങിയേക്കാണ് പുറത്തേക്ക്. RK ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സബ്മറൈൻ മ്യൂസിയത്തിലേക്കാണ്. നമുക്ക് അങ്ങോട്ടേക്ക്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ RK ബീച്ചിലാണുള്ളത്. നിങ്ങൾ RK ബീച്ചിലോട്ട് വരുന്നുണ്ടെങ്കിൽ ത്രൂ റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ വരേണ്ടതെങ്കിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തന്നെ ബസ് ബേ ഉണ്ടാവും. ആ ബസ് ബേയിൽ 28 നമ്പർ ബസ് കയറുകയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് RK ബീച്ച് ആയിരിക്കും. ടിക്കറ്റ് എത്രയാടാ? 20 രൂപീസ്. പെർ പേഴ്സൺ 20 രൂപയേ ഉള്ളൂ. അങ്ങ് വരിക. ഓക്കെ. ആക്ച്വലി RK ബീച്ചിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. RK ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതേപോലെ ഇവിടെ 2-3 മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം ഏതാ തേങ്ങാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ഇവനെ അറിഞ്ഞൂടൂ. ഇവൻ കൊണ്ടുപോകുന്നു, ഞാൻ കൂടെ പോകുന്നു, അത്രേ ഉള്ളൂ. ഇവൻ പറഞ്ഞുതരും കേട്ടോ. ഇവനാണ് അതിൻ്റെ ആള്. സത്യം പറഞ്ഞ ഈ ട്രിപ്പിൽ എവിടെ പോകണം, എന്ത് പോകണം, എപ്പോൾ പോകണം, എങ്ങനെ പോകണം, അതൊന്നും ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. ഇവർ രണ്ടെന്നെ കൊണ്ടുപോകുന്നു, ഞാൻ കൂടെ പോകുന്നു. എങ്ങോട്ടാന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അപ്പൊ ഗൈസ്, നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് സാധനം. ഇതൊരു സബ്മറൈൻ മ്യൂസിയം ആണ്. ഇതൊരു ആക്ച്വൽ സബ്മറൈൻ ആണ്. ഇതിൻ്റെ ഉള്ളിൽ മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ RK ബീച്ചിന്റെ സൈഡിൽ തന്നെയാണ് വരുന്നത്. അതിന് ഏറ്റവും ഫ്രണ്ട് തന്നെയാണ് വരുന്നത്. സോ നമുക്കുള്ളിലേക്ക് ഇവിടെ വിചാരിച്ചത് ഇത് മറ്റേ ബോർഡൊക്കെ വെച്ചിട്ട് മറ്റേ സെറ്റപ്പ് ആയിരിക്കും, നമ്മുടെ മറ്റേ സിനിമയിലൊക്കെ സെറ്റ് ഇടുന്ന പോലത്തെ സെറ്റപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ആക്ച്വലി ഒരു സബ്മെറൈൻ ആണ്. സോ പുള്ളിക്കാരൻ പറഞ്ഞത് ഈ കാണുന്ന ഗ്രീൻ ഇല്ലേ വലിയത്, അത് ടോർപിഡോസ് ആണ്. നമ്മൾ ഈ മിസൈൽ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വേണ്ടിയില്ല. കയറി ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. ഐ തിങ്ക് ഇത് ക്യാപ്റ്റൻ്റെ റൂമാണ്. ഡ്രസ്സൊക്കെ വെക്കാനുള്ളൊരു സ്ഥലം. ഒരു ചെറിയ ബെഡ് ഉണ്ട് അവിടെ. പിസ്റ്റൾ ലോക്കർ, കുറച്ച് ബുക്കൊക്കെ വെക്കാനുള്ള സ്ഥലം. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനായിരുന്നു ഇതിൻ്റെ ക്യാപ്റ്റൻ. ഇത് സോണാർ കംപ്ലീറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഏരിയ ഇതാണെന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മൾ അടുത്ത് ഷിപ്സ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്. ബെഡ്റൂം കേട്ടാ, ബെഡ്റൂം ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഇത് മനസ്സിലായി. സ്റ്റാഫിൻ്റെ ഒരു സ്ലീപ്പിംഗ് ബങ്കറാണ്. ഇതൊക്കെ അടുത്തടുത്താണ്, 2 സൈഡായിട്ട്. വളരെ കോമ്പാക്റ്റബിളായി എല്ലാ ഏരിയാസും യൂസ് ചെയ്യുന്ന രീതിയിലാണ് സബ്മറൈൻസ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സ്പേസ് പോലും അങ്ങനെ ലക്ഷറിക്കോ അങ്ങനെ ഒന്നിനും വേണ്ടിയിട്ട് ചിലവാക്കുന്നില്ല. എല്ലാം വളരെ കോമ്പാക്റ്റായി
അത്യാവശ്യ കാര്യങ്ങൾ മാത്രം അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇവിടെ മറ്റൊരു റൈറ്റ് സൈഡ് ക്യാബിൻ, ഇതും അതേപോലെ തന്നെ ആൾക്കാർക്ക് താമസിക്കേണ്ട 2 ബെഡ് അവിടെയുണ്ട്, 1 ബെഡ് ഈ സൈഡിലുണ്ട്. ഇത് താഴത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകേണ്ടതാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അത് ക്ലോസ് ചെയ്തിട്ടില്ല. ഈ സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇംഗ്ലീഷ് സിനിമയിലാണ്. ഇംഗ്ലീഷ് സിനിമയിൽ നായകന്മാരും വല്ല ഏലിയൻസും വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സംഭവമില്ലേ, അതാണിത്. വീണ്ടും ബെഡ്റൂം കേട്ടാ. ഇഡലി, പഴം, മാങ്ങ, തക്കാളിയാ. ഫോർക്കിലൊക്കെ കുത്തി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കമ്പാർട്ട്മെന്റ് ബ്ലോവർ കം കൂളർ. അതുപോലെ തന്നെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ബ്ലോവർ കം കൂളറാണ്, ടു കൂൾ ദ എയർ ഇൻ ദി കമ്പാർട്ട്മെൻറ്റ്. അതായത് ഈ സീൽഡ് ആയതുകൊണ്ട് ഫുള്ള് നല്ല ചൂടൊക്കെ ആയിരിക്കും, നല്ല ചൂടായിരിക്കും, കാരണം ഫുള്ളി സീൽഡാണ്. അപ്പം അത് എന്താ പറയുക, ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ കാര്യം. കാരണം കടലിൻ്റെ അടിയിലാണെങ്കിൽ കൂടി എല്ലാ മെഷീൻസും റണ്ണിങ് ആണ്. അപ്പോൾ എല്ലാ മെഷീൻസും റണ്ണിങ് ആകുമ്പോൾ ഹീറ്റിംഗ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു കമ്പാർട്ട്മെൻറ്റ്, ഇതും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ ക്യാബിനാണ്. ഇവിടെ 2 പേർക്ക്, ഒന്ന് മുകളിലും ഒന്ന് താഴെ 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടുന്ന് മേലേക്ക് ഒരു വഴി കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും, പക്ഷേ കയറാൻ പറ്റില്ല. അതവര് ലോക്ക് ചെയ്ത് വെച്ച്. അതാണ് കേട്ടോ ഇതിന്റെ മെയിൻ സാധനം. അതെ, മറ്റേ സുലഭയിലേക്ക്. ആക്ച്വലി ഇതൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടൊക്കെ വേണം വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സത്യം പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ. അതെ, എനിക്ക് അറിഞ്ഞൂടാ ഇതൊക്കെ എന്ത് തേക്കാണ്. ഡെപ്ത് ഇൻ മീറ്റേഴ്സ്. ഓക്കെ, ഇത് പക്ഷെ എങ്ങനെയാ കാണിക്കുക? ഇതിനൊരു സൂചി വേണമല്ലോ, സൂചി. ആർക്കറിയാം. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഏതിതോ? കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. കഷ്ടൻ, നല്ല പേര്. ഇവിടെ എന്തൊക്കെയോ ലൈറ്റൊക്കെ കത്തും കേട്ടാ. ഫുൾ ലിവർ കേട്ടാ. ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ തീർന്ന് കഥം. എന്തെല്ലാത്തിലും ഇതേപോലെ എന്തൊക്കെയോ സൂചികളുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. തല മുട്ടുമല്ലോ. നോക്കി നടന്നിട്ടില്ലെങ്കിൽ തല അവിടെ ഇവിടെ ഒക്കെ കൊണ്ടിടിക്കും കേട്ടാ. മെയിൻ സ്വിച്ച് ബോർഡ് നമ്പർ 1. സ്വിച്ച് ബോർഡോ? അണ്ണൻ നല്ല സ്ലീപ്പ്. റേഡിയോ റിസീവർ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇവനൊക്കെ കാരണമാണ് ടൈറ്റാനിക് മുങ്ങിയത്. കടന്നു ഉറങ്ങാണ്. ടൈറ്റാനിക് കപ്പൽ, ഇത് സബ്മറൈൻ. സബ്മറൈൻ മുങ്ങിയാല് കുഴപ്പമില്ല, ആയതുകൊണ്ടാണ് ഇവൻ കടന്നുറങ്ങണേ. ഇതെന്തായാലും മുങ്ങിയിട്ടല്ലേ ഉള്ളത്. ഇവിടെ മറ്റേ ബാഡ്ജ് സാധനങ്ങള്, ഐറ്റംസ്, വാട്ടർ പ്രൂഫ് സ്യൂട്ട്. ഇതെന്താ ട്രോഫിയാ? സാധനം ഏത്? ആ സ്യൂട്ടല്ലേ? കണ്ടില്ല. വാട്ടർ പ്രൂഫ് സ്യൂട്ട്. ഇവാപ്പറേഷൻ നമ്മൾ എന്തിനായിരുന്നു യൂസ് ചെയ്യാറ് ഹോസ്പിറ്റലിൽ? അത് വാപ്പറൈസർ. ഇവാപ്പറേറ്റർ എന്താ പിന്നെ? അതും അത് തന്നെ. നമ്മൾ ഇവാപ്പറേറ്റർ എന്നൊന്നും പറയാറില്ല. കണ്ടൻസർ. എടാ, ഈ കണ്ടൻസർ എന്നൊക്കെയുള്ള പേര് ഞാൻ ആക്ച്വലി എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പകുതി പേർക്ക് അറിയാം, ഞാൻ നഴ്സിംഗ് പഠിക്കുന്നതിന് മുന്നേ ഐ വാസ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ. സോ ഇതൊക്കെ എവിടെയൊക്കെ കേട്ടും പറ. പക്ഷേ ഇത് എന്താ സാധനം എനിക്കിപ്പോൾ ഓർമ്മ കിട്ടണല്ലോ. ഇതൊക്കെ ഭയങ്കര പണിയാണ് പഠിച്ചൊക്കെ. തിന്ന് വെച്ച സാധനങ്ങളാണ് ഗൈസ്. മിൽക്ക് മെയ്ഡൊക്കെ പൊട്ടിക്കാത്ത ബോക്സ് താഴെ. അത് കിട്ടിയായിരുന്നെങ്കിൽ തിന്നായിരുന്നു. എടാ, ഇതൊക്കെ എക്സ്പയറി കഴിഞ്ഞ് കൊല്ലങ്ങളായിട്ടുണ്ടാവും. പന്നി. ഇതൊരു കോറിഡോർ പോലെ. ഇത് ഇവിടെ നിന്നൊക്കെ താഴേക്കെല്ലാം പോകാൻ പറ്റും. അത് എൻജിനീയേഴ്സിന് എന്തെങ്കിലും മെക്കാനിക്കൽ എൻജിനീയേഴ്സിന് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം വന്നതിൽ കുറച്ചും കൂടി ഒരു ഹൈറ്റില്ല ഒരു ഏരിയ ഇതാണ്. ഇത് എനിക്കറിയാം. ഇതെന്താ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ
നീ ആ കട്ട് ചെയ്യുന്ന സാധനമല്ലേ ഉദ്ദേശിക്കുന്നത്? അതിനും യൂസ് ചെയ്യാം നമ്മള്. ഇങ്ങനെ ഇത് ഈ സാധനം എടാ പോളിയിലുണ്ട് ഇത് പഠിക്കാൻ. പക്ഷെ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാം. നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന ഡോറ് ഇവനെ വെള്ളം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പൂട്ടൂലേ ആ സാധനം. കാർബൺ മോണോക്സൈഡ് ഫിൽറ്റേഴ്സ് അബ്സോർബ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ലീക്കിംഗ് ഫ്രം ഡീസൽ. കാർബൺ മോണോക്സൈഡ് ഭയങ്കര വിഷവാതകമാണ്. ബാറ്ററി ചാർജിങ്ങിനും മെയിൻ ഡീസൽ എഞ്ചിൻ ടൈപ്പ് 24 പറഞ്ഞു. അത് മൊത്തം വായിക്കാനും കയറാം. നിങ്ങൾ സ്പോസ് ചെയ്തിട്ട് വായിച്ചോട്ടാ. ആഹാ അന്തസ്. ആക്ച്വലി ഇത് എല്ലാ ഈ ഒരു സംഭവം കണ്ട ഡെക്കറേഷൻ ഇതെല്ലാ മെക്കാനിക്കൽ സംഭവങ്ങളിലും ഇങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ അതൊരു ഇതല്ല. കരി ഗ്രീസ് എല്ലാം ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഭംഗി. സപ്ലൈ ക്ലിങ്കറ്റാ. ഇവിടെ ഒരു വാഷ് സ്പേസ് ഉണ്ട്. ഇത് വാട്ടർ ക്ലോസറ്റ് ആണ്. മറ്റേ സാധനല്ലേ ഈ സിനിമയിലൊക്കെ മറ്റേ മിസൈൽ പോലെ വിടുന്ന സാധനം. ഹൈ പ്രഷർ എയർ ബോട്ടിലാ. എടാ ഇതെല്ലാം വായിക്കണമല്ലോ. ഇതൊക്കെ അത് ആദർശ് വായിക്കുന്നുണ്ടോ? വായിച്ചിട്ട് പറഞ്ഞു തരും കേട്ടാ. എനിക്ക് വായിക്കാനൊന്നും. ആ ഗ്യാപ്പ് കണ്ടോ നിങ്ങൾ? അങ്ങനെ ചളിങ്ങിയ പോലെ അവിടെയാണ് എന്തോ ഈ സാധനം വരിക എന്നാണ് വിശ്വാസം. അത് തന്നെ. പിന്നെ കൊട നമുക്ക് പിന്നെ എവിടെ വേണമെങ്കിലും വെക്കാലോ. റിഫ്ലക്ടർ സോണാർ സിസ്റ്റം. അത് വേണമെങ്കിൽ നിങ്ങൾ വായിച്ചെടുത്തോ കേട്ടോ. അപ്പോൾ ഒന്നുമില്ല ഗൈസ്, എന്തോ ഐസ് ആൻഡ് ഇയേഴ്സ് സാധനമൊക്കെയാണ്. എന്തെങ്കിലും സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയാനൊക്കെ വേണ്ടിയിട്ട് അത് അവൻ വായിച്ച് പഠിച്ചതാ. പക്ഷെ വീഡിയോയിൽ വന്നപ്പോൾ അവൻ മറന്നു. പിന്നെ വായിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പം വന്നിട്ട് അവൻ പിന്നെ പറഞ്ഞു തരും കേട്ടാ. ഊക്കി വിട്ടിട്ടുണ്ടാവും അല്ലേ? അതെങ്ങനെ വിട്ട കൊല്ലിങ്ങ. അതെന്താ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്മറൈൻ കടലിനടി കൂടെ പോകുന്ന സമയത്ത് സബ്മറൈൻ കടലിനടി കൂടെ പോകുന്ന സമയത്ത് അതിലുള്ള നമ്മുടെ ചുറ്റുമുള്ള സൗണ്ടുകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് ആ സാധനം. ഞാൻ ആദ്യം ഇത് നമ്മളെ ടെക് ട്രാവലേറ്റിലെ സുജിത് ഭക്തൻ്റെ വീഡിയോയിലാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അന്ന് തന്നെ എനിക്കിത് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അതാണ് ഇന്നലെ ഓൾറെഡി അവർ വന്ന് വ്ളോഗ് എടുത്തിനെങ്കിലും എനിക്കിത് എന്തായാലും കാണണം എന്നുള്ള ഒറ്റ ഇതിൽ ഞാൻ വന്നത്. കാരണം സമ്മറിനൊക്കെ ഉള്ളിൽ കയറി നടന്ന് കാണുക എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ എപ്പോഴും പറ്റുന്ന പരിപാടിയല്ലല്ലോ. അതാണ് സമ്മറിൻ്റെ ബാക്ക് സൈഡ്.